ദൈവതിരുനാമത്തിൻ്റെ മഹത്വം. വന്ദിരായ സഹോദര വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനം. ഈ വർഷത്തെ സുവിശേഷ യോഗത്തിൻ്റെ സമാപന സന്ധ്യയിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിവരുത്തുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചില പരിമിതികളോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ നാട്ടുകാരനല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിമിതി. പിറവം ഇവിടുന്ന് 2-3 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ദൂരത്തുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൂടൽ പ്രദേശത്തുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളോ എൻ്റെ മുമ്പിൽ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണയുള്ള ആളല്ല ഞാൻ. അത് പലപ്പോഴും വചന ശുശ്രൂഷയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. കേൾക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെ തൊട്ടറിയാൻ പറ്റുന്ന ഒരാൾക്കാണ് കേൾവിക്കാരുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവചനത്തെ കാലാനുസൃതമായി വ്യാഖ്യാനിക്കാനും അത് കേൾക്കുന്നവരുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി അതിനെ സംസാരിക്കാനും സാധിക്കുകയുള്ളൂ എന്നെനിക്കറിയാം. അത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. എങ്കിലും പൊതുവെ സുറിയാനിക്കാരായ മനുഷ്യർ അവരെവിടെ ജീവിച്ചാലും സമാനമായ ഒട്ടേറെ സ്വഭാവ വിശേഷതകൾ പുലർത്തുന്നവരാണ് എന്നാണ് എൻ്റെ ബോധ്യം. പ്രത്യേകിച്ച് അവരുടെ ഒരു ആത്മീയ സാമൂഹിക ജീവിതത്തിലൊക്കെ കാര്യമായ വ്യതിയാനങ്ങൾ ഒരിടത്ത് ചെല്ലുമ്പോഴും കാണാറില്ല. എല്ലാവരും ഏകദേശം സമാന സ്വഭാവവും ജീവിത രീതികളൊക്കെ പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ആ ചുറ്റുപാടുകളിലുള്ള മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യത്തോട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുക. യേശുക്രിസ്തു പ്രസംഗിച്ച കാലം മുതൽ ഒരുപക്ഷെ ദൈവവചന ശ്രോതാക്കളുടെ മുമ്പിൽ ഏറ്റവും പ്രാധാന്യത്തോടെ സംസാരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പ്രസംഗ വിഷയം അത് തന്നെയായിരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് അവൻ പ്രസംഗിച്ചു തുടങ്ങി എന്നാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിശുദ്ധ എവൻഗേലിയോൻ വായനയിലും നമ്മൾ കേട്ടത്. ക്രിസ്തുവിന് പ്രസംഗിക്കാനുണ്ടായിരുന്ന വിഷയം ദൈവരാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും സുവിശേഷ പന്തലുകൾക്ക് ഇഷ്ടവിഷയമാണ് ദൈവരാജ്യം. ഇഷ്ടവിഷയം എന്ന് മാത്രമല്ല, പ്രസക്തമായ വിഷയവുമാണ് ദൈവരാജ്യം എന്നാണ് എൻ്റെ വിശ്വാസം. നിരന്തരമായി എത്രയോ വട്ടമാണ് നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ ആവർത്തിച്ചു ചൊല്ലുന്നത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ എന്ന്. ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവം നമുക്കായി വാഗ്ദത്തം ചെയ്തിട്ടുള്ള രാജ്യത്തിൽ എത്ര പേർ നമ്മിൽ അവിടെ എത്തിച്ചേരും എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തേണ്ടത് തന്നെയാണ്. ഓരോ പ്രസംഗവും പ്രസംഗിക്കുന്നതിൻ്റെ പിന്നിലെ താല്പര്യം അത് തന്നെയാണ്. കേൾവിക്കാരായ മനുഷ്യരെ
ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസം ഇവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടു. എത്ര പേര് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീർന്നു? അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശിയായ ഒരു പൈതലായി മാറി എന്ന് അഭിമാനത്തോടെ എഴുന്നേറ്റ് പോകാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നു എന്നുള്ളതിലാണ് ഈ വചന ശുശ്രൂഷയുടെ ആത്മാവ് നിലനിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവത്തോടൊപ്പമായിരിക്കാനാവുക, ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ ഭാഗമായി തീരാനാവുക, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഭാഗ്യം അത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗം ദൈവരാജ്യത്തിന്റെ പ്രജകൾ ആരാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അവകാശികളായി തീരാൻ അർഹതയുള്ളത് ആരാണ് എന്ന് ക്രിസ്തു തന്റെ കേൾവിക്കാരായ ആളുകളോട് കൃത്യമായി സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ്. ദൈവരാജ്യത്തിന്റെ അവകാശികളായിരിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗത്തും സൂചിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ നിലയിൽ ചില യോഗ്യതകൾ യേശു തമ്പുരാൻ ദൈവരാജ്യത്തെക്കുറിച്ചും അതിന്റെ അവകാശികളെക്കുറിച്ചും പ്രതിപാദിപ്പിക്കുന്നു. ദീർഘമായൊരു വേദഭാഗമായതുകൊണ്ട് അത് മുഴുവനായിട്ട് വായിക്കുന്നില്ല. പ്രധാനമായി 3 കാര്യങ്ങൾ, 3 കൂട്ടം ആളുകളെ യേശു തമ്പുരാൻ ദൈവരാജ്യത്തിന്റെ അവകാശികളായി ചൂണ്ടിക്കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമുക്ക് അപകർഷതാബോധം തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരാൻ സാധ്യതയില്ല. കാരണം ഒത്തിരി ദൗർബല്യങ്ങൾ, ഒത്തിരി ബലഹീനതകൾ, കുറവുകളെല്ലാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവരാജ്യത്തിന് അർഹനായി തീരുമോ എന്നുള്ളത് ആശങ്കയോടെ കാണുന്ന ആളുകളാണ് നമ്മിൽ അധികം പേരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ പെന്തക്കോസ്തുകാരായിരിക്കുന്ന ആൾക്കാരെ നവീകരണ വിഭാഗക്കാരേറെയുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും അവരൊക്കെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ആളുകൾക്കൊരു ആശങ്കയാണ്. രക്ഷിക്കപ്പെട്ടോ എന്നാ അങ്ങനെ ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു എന്ന് മറുപടി പറയാൻ ക്രിസ്തു നമുക്കായി ഒരുക്കുന്ന ദൈവരാജ്യത്തിന്റെ അവകാശിയായി ഞാൻ മാറിയിട്ടുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ആ ഒരു ബോധ്യം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് കാര്യമായിട്ട് ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ അവകാശികളായിരിക്കുന്നവരെ കുറിച്ചും ക്രിസ്തു നൽകുന്നതായിരിക്കുന്ന പ്രബോധനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആ ഒരു ആശങ്ക മാറും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. 18-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ക്രിസ്തു പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ്. ഇത് കേട്ട ആളുകൾക്ക് അന്നു മുതൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാനാവുകയില്ല. വേദശാസ്ത്ര പണ്ഡിതനായ പരീശനായ നീക്കോദീമോസ് കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവുമായി സംസാരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവനോട് വീണ്ടും ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് തന്നെയാണ് കർത്താവ് അവനോട് പറയുന്നത്, തിരിഞ്ഞ് ശിശുവായി തീരണം, അല്ലെങ്കിൽ ശിശുക്കളെ പോലെ ആയി തീരണം. നീക്കോദീമോസ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് സാധിക്കുക? ഇത്രയും വലിയൊരു മനുഷ്യൻ ഇനി എങ്ങനെയാണ് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് തിരിച്ചു കയറി ശിശുവായി പിറക്കാനാകുമോ എന്ന് നീക്കോദീമോസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ പ്രായം കൊണ്ടും ശരീരം കൊണ്ടും ഏറെ വളർന്നവരും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും പ്രൗഢി കൊണ്ടുമെല്ലാം ദിനംതോറും ഓരോ ദിവസവും വളരുവാൻ തത്രപ്പെടുന്നവരുമായിരിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടപ്പാനാവുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേൾവിക്കാരായ ആളുകൾക്ക് അത് വലിയ ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുണ്ടാകണം. ഞാൻ വിചാരിക്കുന്നത് യേശു തമ്പുരാൻ പറയുന്നത്, ചെറുതാകാനുള്ള മനസ്സ് ആർക്കുണ്ടോ അവർക്കുള്ളതാണ് ദൈവരാജ്യം. ആർക്കാണോ ഉള്ളത് അവർക്കുള്ളതാണ് ദൈവരാജ്യം. വീണ്ടും ശിശുവായി തീരുക ക്രിസ്തു പറയുന്നു. വീണ്ടും ഒരു പൈതലായി പിറക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു ശിശുവിനെ പോലെ
നിഷ്കളങ്കമായ ജീവിതാനുഭവത്തിലേക്ക് ചെറുതാകാനുള്ള മനസ്സുള്ളവരുടേതാണ് ദൈവരാജ്യം എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കറിയാം മറ്റാരേക്കാൾ ചെറുതാകാൻ മനസ്സ് കാണിച്ചയാളാണ് യേശു തമ്പുരാൻ. ക്രിസ്തുവിനോളം ചെറുതാകാൻ മനസ്സ് കാണിച്ച ഒരാൾ ആരാണുള്ളത്? നമുക്കറിയാം, വീട്ടിലൊരു കുഞ്ഞ് പിറക്കുമ്പോൾ മുതൽ അതിന്റെ അമ്മയപ്പന്മാര് അവനോട് പറയുന്നത് നന്നായി വളരണം എന്നാണ്, അല്ലേ? നന്നായി വളരണം. അതിന് ആവശ്യമുള്ളതിനേക്കാൾ അധികം ഭക്ഷണം അതിന്റെ വായിലേക്ക് അടിച്ചു കയറ്റുമ്പോ അമ്മയപ്പന്മാരുടെ ആഗ്രഹം അത് തന്നെയാണ്, കുഞ്ഞ് നന്നായി വളരണമെന്നാണ്. അവൻ ചെറുപ്പത്തിൽ അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൻ കേൾക്കുന്നത് വലുതായി തീരണം, വളരണം 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 എന്ന് തന്നെയാണ്. സ്കൂളിൽ ചെല്ലുമ്പോ അധ്യാപകരും പറയും പഠിച്ച് വലിയവനാകണം. അപ്പോ കുഞ്ഞുങ്ങൾ സാധാരണ അമ്മയപ്പന്മാര് മുതൽ എല്ലാവരിൽ നിന്നും കേൾക്കുന്നത് വലിയവരാകണം വലിയവനാകണം വലിയവളാകണം എന്നാണ്. അതിന്റെ മധ്യത്തിലാണ് ക്രിസ്തു പറയുന്നത്, അല്ല, ചെറുതാകാൻ പഠിക്കണം. ചെറുതാകാൻ പഠിക്കുകയും ചെറുതാകുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തു തന്നെയാണ് അതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക. ഞാൻ പറഞ്ഞാൽ അവരോടും ചെറുതാകാൻ മനസ്സ് കാണിച്ച ഒരാള് വേറെ ഉണ്ടാകില്ല. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പിറവി മുതൽ അങ്ങ് ക്രൂശിലെ മരണം വരെ ക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കിയാൽ നമുക്കറിയാം, ചെറുതായവരുടെ പ്രതിനിധിയാണ് അവൻ. അവൻ ജീവിതത്തിൽ വലിയവനാകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാൻ ശ്രമിച്ചയാളല്ല. തന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലായിരിക്കുമ്പോഴും അവരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അവരെക്കാൾ ചെറുതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തവനാണ് യേശു തമ്പുരാൻ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പിറന്നു വീണത് നമുക്കറിയാം, ഒരു കല്ലടാവിലാണ്. സ്വന്തമായിട്ട് കയറി കിടക്കാൻ കിടപ്പേടമുണ്ടായിരുന്നില്ല അവൻ അഭിമാനത്തോടെ പറയാൻ കുടുംബമുണ്ടായിരുന്നില്ല, അവനുണ്ടെന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇല്ലായ്മകളുടെ മധ്യത്തിൽ അതിന്റെ എല്ലാ വേദനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചവനായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് തന്നെ അവന് ധൈര്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു, നിങ്ങൾ തിരിഞ്ഞ് ചെറുതായി തീരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ അവകാശിയാകാനായിട്ട് സാധിക്കുകയില്ല. തന്നെ അനുഗമിക്കുന്നവരിൽ നിന്ന് അവൻ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താണ്? നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ എന്തായി തീരണമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ശുശ്രൂഷകനായി മാറണമെന്നാണ്. വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ ഏറ്റവും ചെറിയവനായി മാറണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം, ഓരോരുത്തരും അവരിനേക്കാൾ വലിയവനാകാൻ ആഗ്രഹിക്കുകയും വലിയവനാകാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. മത്സരമാണ്. എന്തിനാണ് മത്സരം? അവരനെ തോൽപ്പിക്കാനാണ്. ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നോക്കിയാലും അറിയാം, അവരനെ തോൽപ്പിക്കാനുള്ള മത്സരമാണ്. അത് സഭയിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും അല്ല രാഷ്ട്രീയത്തിലായിരുന്നാലും രാജ്യങ്ങൾ തമ്മിലായിരുന്നാലും സഭകൾക്കുള്ളിലെ വിഭാഗങ്ങൾക്കിടയിലായിരുന്നാലും എല്ലാം നമുക്കറിയാം ഈ ഒരു മത്സരമാണ്. എന്തിനാണ്? വലിയവനാകാനുള്ള മത്സരമാണ്, അല്ലെങ്കിൽ അവരനെ തോൽപ്പിക്കാനുള്ള മത്സരമാണ്. ആരാണ് വലിയവൻ എന്ന ചോദ്യമാണ് എല്ലായിടത്തും ഉള്ളത്. നമുക്കറിയാം, ആ ചോദ്യം തന്നെയാണ് എല്ലായിടത്തും വിഭജനങ്ങൾ സൃഷ്ടിക്കുന്നത്. സഭ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്താണ് കാരണം? നമുക്കറിയാലോ, വിശ്വാസത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതലുള്ള സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ വേർതിരിവുകളും വിഭജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, സഭകളിൽ കാണുന്ന വിഭജനങ്ങളൊന്നും വിശ്വാസത്തിന്റെ പേരിലല്ല. അത് അധികാരത്തിന്റെയും അതുപോലെ തന്നെ വലിയവനാകാനുള്ളതായിരിക്കുന്ന, ഒന്നാമനാകാനുള്ളതായിരിക്കുന്ന മത്സരത്തിന്റെയും അനന്തരഫലമാണ് ഇന്ന് സഭയിൽ കാണുന്ന വിഭജനങ്ങളുടെ എല്ലാം പിന്നിലുള്ള യഥാർത്ഥമായ വസ്തുത എന്ന് നമുക്കറിയാം. യേശു തമ്പുരാന്റെ പേരിലാണ് എല്ലാം നടക്കുന്നത് എന്നുള്ളത് അതിനേക്കാൾ രസകരമായ ഒരു വസ്തുത. എല്ലാവരും അങ്ങനെയാണ്, മത്സരിക്കുകയാണ്, വലിയവനാകാൻ മത്സരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നോക്കുക. കുടുംബത്തിലെ എല്ലാ ശുദ്ധീകരണത്തിന്റെയും അടിസ്ഥാന പ്രശ്നം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാനും അധികാരിയാകാനും മറ്റുള്ളവരുടെ മേൽ അധീശത്വം പ്രകടിപ്പിക്കാനും ശ്രമിക്കുന്നതിന്റെ പ്രശ്നമാണ്. കുടുംബത്തിലെ മാതാപിതാക്കന്മാരായിരുന്നാലും
അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാരായിരുന്നാലും മക്കളായിരുന്നാലും നമുക്കറിയാം, ആരും അല്പം പോലും താണു കൊടുക്കാൻ, ചെറുതാകാൻ മനസ്സ് കാണിക്കാത്തവരാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ നോക്കിയാൽ അറിയാം, അമ്മയപ്പന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നോക്കിയാൽ അറിയാം, സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നോക്കിയാൽ അറിയാം, എല്ലായിടത്തും അധീശത്വത്തിന്റെ ഒരു മനോഭാവമാണ്. ഭർത്താവിന്റെ ചിന്ത എന്താണ്? ഞാൻ പുരുഷനാണ്, അതുകൊണ്ട് ഞാനാണ് കുടുംബത്തിന്റെ നാഥൻ, ഞാൻ പറയുന്നതനുസരിച്ചൊക്കെ മറ്റുള്ളവർ ജീവിച്ചാൽ മതി എന്നാണ് കുടുംബനാഥൻ ചിന്തിക്കുന്നത്. കുടുംബത്തിലെ സ്ത്രീകൾ ചിന്തിക്കുന്നത് എന്താണ്? അവർ ചിന്തിക്കും, കുടുംബം മുഴുവൻ എൻ്റെ കയ്യിലൂടെയാണ് ഓടുന്നത്. ഒരു ദിവസം ഞാനൊന്ന് പനിച്ചു കിടന്നാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഞാനൊന്ന് വയ്യാതെ കിടന്നാൽ, അന്ന് കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം താളം തെറ്റുമെന്ന് അവർക്കറിയാം. അപ്പൊ അവരുടെ ഒരു ധാരണ, കുടുംബം മുഴുവൻ എൻ്റെ തലയിലൂടെയാണ് പോകുന്നതെന്നാണ്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന അധീശത്വം അത് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നിടത്താണ് പലപ്പോഴും ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഒരല്പം താന്നു കൊടുക്കാൻ, അല്പം തോറ്റു കൊടുക്കാൻ, അല്പം ചെറുതാകാനുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഉണ്ടായാൽ പ്രശ്നങ്ങൾ. ഈ അടുത്ത കാലത്ത് വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വന്ന ഒരു വീഡിയോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. വളരെ ഒത്തിരി ലൈക്കും ഷെയറൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ്. വളരെ രസകരമായ ഒരു വീഡിയോ. 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഒരു 5 വയസ്സ് വരുന്ന ഒരു ആൺകുട്ടിയും ഒരു 2 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടി, ആങ്ങളെയും പെങ്ങളുമാണ്. അവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ഒരു തർക്കമാണ്. ഒരു പാത്രത്തിൽ അല്പം ഭക്ഷണം അവരുടെ മുമ്പിലുണ്ട്, ഒരു പാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പാത്രത്തിലെ ഭക്ഷണം എടുക്കാനായിട്ട് സഹോദരൻ ശ്രമിക്കുമ്പോൾ കൊച്ചു പെങ്ങള് അവരുടെ മുമ്പിലേക്ക് ആ പാത്രം തിരിച്ചു വലിച്ചു പിടിക്കും. അപ്പോ അല്പം കുസൃതിയോടും അല്പം അധികാര മനോഭാവത്തോടും കൂടെ മൂത്ത പയ്യൻ അവൻ ആ പാത്രം തിരിച്ചു പിടിക്കുമ്പോ കുഞ്ഞു പെങ്ങൾ അല്പം കരച്ചിലോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പാത്രം തിരിച്ചു വലിച്ചു പിടിക്കും. അപ്പോ അവനൊരു ചെറിയ ഉത്കണ്ഠ, അമ്മ വഴക്ക് പറഞ്ഞാലോ, കൊച്ചു പെങ്ങളല്ല മുമ്പിലിരിക്കുന്നത്. കുറച്ചു നേരം ഇവർ രണ്ടുപേരും തമ്മിൽ ഈ പാത്രത്തിന് പിടിവലിയാണ്. കുറച്ചു സമയം കഴിയുമ്പോൾ എനിക്ക് വളരെ ആകർഷണീയമായി തോന്നിയൊരു കാര്യമുണ്ട്. ഈ 2 വയസ്സ് പ്രായം വരാവുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് ആ പെൺകുട്ടി. അവള് മത്സരം അവസാനിപ്പിച്ചിട്ട് ആ പാത്രം ചേട്ടന്റെ മുമ്പിലേക്ക് സ്വമനസ്സാകെ നീക്കി വെച്ചു കൊടുക്കും. പ്രശ്നം തീർന്നു. ചേട്ടന്റെ മുമ്പിലേക്ക് കിട്ടിയപ്പോ ചേട്ടൻ എടുത്ത് മടിയിലേക്ക് വെച്ചു. എന്നിട്ട് കുഞ്ഞു പെങ്ങളുടെ നേരേക്ക് നോക്കി. അവള് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ചേട്ടന്റെ മുമ്പിലേക്ക് പാത്രം നീക്കി വെച്ചിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ചേട്ടൻ ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരി എടുത്തിട്ട് കുഞ്ഞു പെങ്ങളുടെ വായിലേക്ക് ആദ്യം വെച്ചു കൊടുക്കുന്നുണ്ട്. എത്ര മനോഹരമാണ് ആ വീഡിയോ എന്നറിയാമോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടത് 2 പേരാണ്. പക്ഷെ ആ കുഞ്ഞു പെങ്ങൾ അവൾ അല്പം ഒന്ന് തോറ്റു കൊടുക്കാൻ മനസ്സ് കാണിച്ചു. പാത്രം ചേട്ടനിരിക്കട്ടെ, അങ്ങ് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോ സത്യത്തിൽ തോറ്റുപോയത് ചേട്ടനാണ്, കൊച്ചു പൈതലാണ്. പക്ഷെ അവൻ തോറ്റുപോയി. അവൻ അതുകൊണ്ട് പാത്രം എടുത്തിട്ട് അവൻ അതിൽ നിന്ന് ആദ്യത്തെ ഭക്ഷണം എടുത്ത് കുഞ്ഞു പെങ്ങളുടെ വായിലേക്കാണ് വെച്ചു കൊടുത്തത്. എത്ര മനോഹരമാണെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. അത് 2 കൊച്ചു കുഞ്ഞുങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ അത് നമുക്ക് തരുന്ന ഒരു വലിയ പാഠമുണ്ട്. എവിടെയും അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതത്തിലായിരുന്നാലും, സമൂഹത്തിലായിരുന്നാലും, ഇടവകയിലായിരുന്നാലും, സഭയിലായിരുന്നാലും, എവിടെയായിരുന്നാലും ഒരല്പം ഒന്ന് തോറ്റു കൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ സത്യത്തിൽ അവിടെ തോൽവിയല്ല, അവിടെയാണ് യഥാർത്ഥത്തിൽ വിജയം നിലനിൽക്കുന്നതെന്ന് ഓർക്കണം. അല്പം ചെറുതാകാനുള്ള മനസ്സ് എവിടെയാണ് ഉണ്ടാകുന്നത്, അവിടെയാണ് സ്വർഗം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ ദിനംതോറും പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ രാജ്യം വരണമേ. എന്നിട്ട് എല്ലാം പിടിച്ചടക്കാനുള്ള വ്യഗ്രതയിലാണ്. ഒന്നും വിട്ടുകൊടുക്കാൻ മനസ്സില്ല, എല്ലാം ആർജിച്ചെടുക്കാനുള്ള വ്യഗ്രത കൊണ്ടുകൊണ്ടാണ് നമ്മൾ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാ രാജ്യം വരുന്നത്? വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടാകുമ്പോഴാണ്, ചെറുതാകാൻ മനസ്സുണ്ടാകുമ്പോഴാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുക. യോഹന്നാൻ മാർദ്ദാന ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, എന്താണ്? നീയോ വളരണം, ഞാനോ കുറയണം. നീയോ വളരണം, ഞാനോ കുറയണം. എത്ര പേർക്കുണ്ട് ഈ ഒരു മനോഭാവം? യേശു തമ്പുരാൻ യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല എന്നാണ്. അപ്പൊ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യൻ, അവനാണ് പറയുന്നത് ഞാൻ കുറയണം, നീയോ വളരണം എന്ന്. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, എന്താണ്? യോഹന്നാനാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് അതേ തമ്പുരാൻ തന്നെ പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ് എന്ന്. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, വലിയവരുടേതല്ല ദൈവരാജ്യം, പിന്നെയോ ചെറുതാകാൻ മനസ്സ് കാണിക്കുന്നവരുടേതാണ്.
അവിടെയാണ് നമ്മൾ ശാന്തമായിരുന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരാൻ അർഹതയുള്ള ആളാണോ? അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ കുടുംബം, ഞാൻ ജീവിക്കുന്ന എൻ്റെ സഭ, എൻ്റെ ഇടവക, അത് ദൈവരാജ്യത്തിന്റെ ഒരു പ്രതീകമായി രൂപപ്പെടാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതിന് സാധിക്കണമെങ്കിൽ എൻ്റെ മനോഭാവത്തിൽ മാറ്റം വരണം, വലുതാകണം, മറ്റുള്ളവരെ പരാജയപ്പെടുത്തണം, മറ്റുള്ളവരെ തോൽപ്പിക്കണം, അവരെക്കാൾ വലിയവനാകണം എന്നുള്ള വ്യഗ്രതയിൽ നിന്നും മാറി പരാജയപ്പെടാൻ, തോറ്റുകൊടുക്കാൻ, ചെറുതാകാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? ആ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടായാൽ ഞാൻ പറയും നമ്മുടെ വീട് സ്വർഗമായി തീരും. ഓരോ ഭർത്താക്കന്മാര്, ഓരോ ഭാര്യമാര്, ഓരോ മക്കൾ, സഹോദരങ്ങൾ ഇന്ന് രാത്രി ദൈവതിരുസന്നിധിയിൽ തീരുമാനിക്കുകയാണ്, ഇനി എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മറ്റുള്ളവരെ പരാജയപ്പെടുത്തി മറ്റുള്ളവരെക്കാൾ വലിയവനാകാനുള്ള പരിശ്രമമല്ല, നേരെ മറിച്ച് ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനും ചെറുതാകാനും തോറ്റുകൊടുക്കാനുമുള്ള മനസ്സ് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തും എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം സ്വർഗമായി തീരും, നമ്മുടെ ദേവാലയം സ്വർഗമായി തീരും, നമ്മുടെ സഭ സ്വർഗമായി തീരും, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ സ്വർഗമായി തീരും. ഒരിക്കലൊരു വലിയ പൈൻമരവും ഒരു ചെറിയ കുറ്റിച്ചെടിയും അടുത്തടുത്ത് വളരുകയാണ്. കുറ്റിച്ചെടി എത്ര നോക്കിയാലും അതിങ്ങനെ കുറ്റിച്ചെടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്നവർ ഈ കുറ്റിച്ചെടി നോക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന പൈൻമരത്തിന്റെ വണ്ണവും ഉയരവും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. അവസാനം കുറ്റിച്ചെടി നോക്കിയാൽ നോട്ടമെത്താത്ത അത്രമാത്രം ഉയരത്തിലേക്ക് പൈൻചെടി വളർന്നു പോയി. ഒരിക്കൽ ഈ കുറ്റിച്ചെടി മുകളിലേക്ക് നോക്കിയിട്ട് പൈൻമരത്തോട് പറഞ്ഞു, നോക്കൂ, താങ്കൾ എത്ര വലിയവനാണ്, ഞാനാകട്ടെ എത്രമാത്രം ചെറുതാണ് എന്ന് വളരെ അപകർഷതാബോധത്തോടെ ഈ കുറ്റിച്ചെടി പറഞ്ഞു. പക്ഷേ പൈൻമരം പറഞ്ഞു, അല്ല സ്നേഹിത, അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. നീ എൻ്റെ ഉയരത്തിന്റെ അത്ര മാത്രമേ നീ നോക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് നിനക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടായത്. നീ എൻ്റെ ഉയരം വിട്ട് അല്പം കൂടെ മുകളിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കുക, അനന്തവിഹായത്തിൽ ഞാൻ എത്രയോ ചെറുതാണെന്ന് നോക്കിയാൽ നിനക്ക് മനസ്സിലാകും. ഞാൻ എത്രയോ ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാകും. ഞാൻ ഈ അനന്തവിഹായത്തിൽ മുകളിലേക്ക് നോക്കുമ്പോ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ഞാൻ ഒട്ടും വലുതല്ല, ഞാൻ വളരെ ചെറുതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനസ്സ്, ഈ ഒരു മനോഭാവം ജീവിതത്തിൽ എപ്പോഴും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ഏത് ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വലിയ ലോകത്തിൽ ചെറിയ നമ്മുടേതായിരിക്കുന്ന ഒരു ചെറിയ സംഭാവന മാത്രം നൽകിയിട്ടുള്ളവരാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥ. അത് അഗ്നിച്ചിറകുകൾ എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ ധാരണ കുഞ്ഞുങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകുന്നതാണ്. അഗ്നിച്ചിറകുകൾ എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ. നമുക്കറിയാം, അബ്ദുൽ കലാം ഭാരതത്തിന്റെ ശ്രേഷ്ഠനായ മഹാനായ പ്രസിഡന്റ് എന്ന് മാത്രമല്ല ഭാരതം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഒക്കെയായ മനുഷ്യനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി അതിന്റെ അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണം. അതിങ്ങനെയാണ്: ഞാനൊന്നും നേടിയിട്ടില്ല, ഞാനൊന്നും നിർമ്മിച്ചിട്ടുമില്ല, ഒന്നും കൈവശം വെച്ചിട്ടുമില്ല, കുടുംബമോ പുത്രന്മാരോ പുത്രിമാരോ യാതൊന്നും. മറ്റുള്ളവർക്ക് മാതൃകയായി എന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഞാൻ ഒന്നുമല്ല എന്നറിയുന്നു. കുറച്ച് ആത്മാക്കളെങ്കിലും എന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും അന്തിമമായ സംതൃപ്തി ഒരു ആത്മീയ ജീവിതത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ദിവ്യ പരിപാലനമാണ് നമ്മുടെ അവകാശം. എന്റേതെല്ലാം ഇവിടെ അവസാനിക്കും. ദൈവത്തിന്റെ കൃപയോ അതൊന്നു മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. എഴുതുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായ ശാസ്ത്ര പുരോഗതിയുടെ വലിയ കുതിച്ചുചാട്ടത്തെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നിട്ട് അവസാനിപ്പിക്കും അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് എന്നെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എന്താണ്? ഞാൻ ഒന്നും നേടിയിട്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ ഒന്നും നേടിയിട്ടില്ല, ഞാൻ ഒന്നും നിർമ്മിച്ചിട്ടില്ല, ഞാൻ ഒന്നും കൈവശം വയ്ക്കുന്നില്ല.
എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്. എന്താണ് എൻ്റെ ആഗ്രഹം? കുറച്ച് ആത്മാക്കളെങ്കിലും എന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും അന്തിമമായ സംതൃപ്തി ഒരാത്മീയ ജീവിതത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭൗതികമായിരിക്കുന്ന ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ച ഒരു മനുഷ്യൻ, ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു മനുഷ്യൻ, ഒട്ടേറെ അന്താരാഷ്ട്ര അവാർഡുകൾ കൈപ്പറ്റിയ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? എന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാവരും ശാസ്ത്രജ്ഞന്മാരായി തീരണമെന്നല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. നേരെ മറിച്ച് അദ്ദേഹം പറയുകയാണ്, അന്തിമമായിരിക്കുന്ന സംതൃപ്തി അതൊരാത്മീയ ജീവിതത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് മറ്റുള്ളവർ എൻ്റെ ജീവിതം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ അതിനാണ് ഞാൻ സംതൃപ്തനായി തീരുക. കാരണം ദൈവത്തിന്റെ ദിവ്യ പരിപാലനമാണ് ആത്യന്തികമായി നമ്മുടെ അവകാശം. എന്റേതെല്ലാം ഇവിടെ അവസാനിക്കും. എന്നാൽ ദൈവത്തിന്റെ കൃപയോ അത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളതെന്നാണ്. എത്ര ലാളിത്യത്തോടെയാണ്, എത്രമാത്രം താഴ്മയോടെയാണ് ആ മനുഷ്യൻ തന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഓർക്കണം. താൻ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്, തന്റെ ജീവിതത്തെ ഏറ്റവും ചെറുതാക്കി ചുരുക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ജീവിതത്തിൽ ഏത് സ്ഥാനമാനങ്ങൾ ആർജിക്കുമ്പോഴും അതിനപ്പുറത്ത് ദൈവരാജ്യത്തിന്റെ ഒരു പ്രതി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിന്റെ ഇല്ലായ്മകളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ വാക്താക്കളും പ്രജകളുമായി രൂപപ്പെടാൻ നമുക്ക് സാധിക്കുക എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് യേശുദമ്പുരാൻ പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാനായിട്ട് സാധിക്കുകയില്ല. ആദ്യത്തെ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. ചെറുതാകാൻ മനസ്സുള്ളവരുടേതത്രേ ദൈവരാജ്യം. അങ്ങനെ മനസ്സുള്ളവർ അവർ ഈ ലോകം വിട്ടു പോകുമ്പോ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരും എന്ന് പറയാനല്ല എനിക്ക് ആഗ്രഹം. ചെറുതാകാൻ മനസ്സുള്ളവർ എവിടെ ജീവിക്കുന്നുണ്ടോ അവർ ജീവിക്കുന്നിടം ദൈവരാജ്യമായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിൽ തന്നെ വന്നെത്തിയിരിക്കുന്നു. ചെറുതാകാൻ, തോറ്റുകൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവരാജ്യം രൂപീകൃതമാകും. 18-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം ക്രിസ്തു പറയുന്നത് നമുക്ക് കാണാം. അവിടെ എങ്ങനെയാണ് യേശുദമ്പുരാൻ പറയുന്നത്? നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചുഴിഞ്ഞെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. പെട്ടെന്ന് വായിക്കുമ്പോൾ അല്പം ആശങ്കയും അല്പം ഭയമൊക്കെ മനസ്സിൽ തോന്നാവുന്ന ഒരു കാര്യമാണ് യേശുദമ്പുരാൻ പറയുന്നത്. ഇടർച്ചയാകുന്നത് എന്തോ അതിനെ നിഷ്കരണം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നവരുടേതാണ് ദൈവരാജ്യം എന്നാണ്. ഇടർച്ചയാകുന്നത് എന്തോ അതിനെ നിഷ്കരണം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നവരുടേതാണ് ദൈവരാജ്യം. ആദ്യത്തേത് ചെറുതാകാൻ മനസ്സുള്ളവരുടേതാണ് ദൈവരാജ്യം എന്ന് ക്രിസ്തു പറയുന്നുവെങ്കിൽ, രണ്ടാമതവൻ പറയുന്നത് ഇടർച്ചയാകുന്നതിനെ നിഷ്കരണം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നവരുടേതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിന് വിഘാതമായി നിൽക്കുന്നത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നാലും അതിനെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടാകണമെന്നാണ്. ഇവിടെ കൈയും കാലും കണ്ണും എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടിമുറിച്ച് മാറ്റുക എന്നതിനേക്കാളൊക്കെ അപ്പുറമായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചയാകുന്നതെങ്കിൽ പോലും അതിനെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ക്രിസ്തു ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വിഘാതമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇടർച്ചയാകുന്നത് എന്താണ്. തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്മാറാൻ കഴിയാത്ത, ഉപേക്ഷിക്കാൻ കഴിയാത്ത എത്രയോ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉപേക്ഷിക്കാൻ കഴിയാത്ത പ്രവണതകൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു വൈദികനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും പരിത്യജിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല. പക്ഷേ ഓരോ ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതാണ്, ദൈവമേ
എൻ്റെ ജീവിതത്തിന്റെ ദൗർബല്യങ്ങളോട് വിട പറയുവാൻ ദൈവമേ അവിടെ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുള്ള ഒരാളാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമായി അത്തരത്തിലുള്ളതായിരിക്കുന്ന എന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം തീർച്ചയായിട്ടും എനിക്ക് വലിയ സഹായം നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞുമറിയാതെയുമൊക്കെ തെറ്റിലേക്ക് വഴുതി പോകാമായിരുന്ന ഒട്ടനവധി സാഹചര്യങ്ങളിൽ ദൈവം എന്നെ അത്ഭുതകരമായി അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയിട്ടുള്ളത് എനിക്ക് ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴേക്ക് എനിക്ക് തോന്നി എനിക്ക് നന്മ വരും എന്ന് ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, എനിക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കും എന്ന് ഞാൻ കരുതിയ പല കാര്യങ്ങളും എനിക്ക് എന്തുകൊണ്ടോ അതിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യ സമയത്തൊക്കെ നിരാശ തോന്നിയിട്ടുണ്ട്. നടന്നില്ലല്ലോ, അത് ലഭ്യമായില്ലല്ലോ, സാധ്യമായില്ലല്ലോ എന്നൊക്കെ. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ ദൈവം അത്ഭുതകരമായി എനിക്ക് മുമ്പിൽ ചില തടസ്സങ്ങളെ ഉയർത്തി വെച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കാമായിരുന്ന ചില ദുർഘടമായിരിക്കുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാതിരിക്കാൻ, അതിനെ അതിജീവിക്കാനുള്ള കരുത്തായി ദൈവം എനിക്ക് മുമ്പിൽ ചില വിഘാതങ്ങൾ, തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് തിരിച്ചറിയാൻ എനിക്കായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയണം. എൻ്റെ ജീവിതത്തിന്റെ ദൗർബല്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇടർച്ചയായി തീരുന്നത്, അതിനെ ഒഴിവാക്കാനുള്ളതായിരിക്കുന്ന മാനസികവും ശാരീരികവുമായിരിക്കുന്ന ബലവും കരുത്തും എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ അന്വേഷിക്കണം, എന്താണ് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ മനോഹരമായ ഒരു കഥ കർത്താവ് പറയുന്നുണ്ട്. അതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് യേശുതമ്പുരാൻ ഈ ഒരു സംഭവം വിവരിക്കുന്നത്. ഒരിക്കൽ യേശുതമ്പുരാൻ ഒരു അത്താഴ വിരുന്നിൽ പങ്കുചേരുകയാണ്. വിരുന്നുമേശയിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ ചില തർക്ക വിഷയങ്ങൾ അവിടെ ഉണ്ടായി. അവിടെ തർക്കം മറ്റൊന്നും ആയിരുന്നില്ല, കസേര സംബന്ധിച്ചാണ്. മുമ്പിലത്തെ കസേര അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കസേര അത് ആർക്കുള്ളതാണ് എന്നത് സംബന്ധിച്ച് തർക്കമാണ് തുടക്കം. പക്ഷേ യേശുതമ്പുരാനോട് പറഞ്ഞു, ഇങ്ങനെ ഏറ്റവും മുമ്പിൽ പോയിരിക്കാനും പ്രാഥമികമായിരിക്കുന്ന സ്ഥാനം കൈയടക്കാനൊക്കെ ശ്രമിക്കുകയല്ല വേണ്ടത്. കുറച്ചുകൂടെ ലാളിത്യം ഉണ്ടാകണം, പിന്നിൽ പോയിരിക്കാനുള്ള മനസ്സുണ്ടാകണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മഹാന്മാരായി തീരുക, അവിടെയാണ് നമ്മൾ ഉന്നതന്മാരായി തീരുക എന്നൊക്കെ പറഞ്ഞപ്പോ കൂട്ടത്തിലിരുന്ന യഹൂദ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങളങ്ങനെ പുറകിൽ പോയിരിക്കേണ്ട ആൾക്കാരൊന്നും അല്ല, ഞങ്ങള് പാരമ്പര്യമായിട്ട് തന്നെ ഇത്തിരി മുമ്പിൽ കയറി ഇരിക്കാൻ അവകാശമുള്ള ആൾക്കാരാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ് എന്ന് ഇത്തിരി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പുറകെ പോയിരിക്കേണ്ട ആൾക്കാരൊന്നും അല്ല, ഞങ്ങൾ അങ്ങ് ദൈവരാജ്യത്തിൽ വരെ കയറിയിരിക്കാനായിട്ട് അവകാശമുള്ള ആൾക്കാരാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ യേശുതമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ അവകാശിയായിരിക്കാൻ യോഗ്യതയുള്ള ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു ആരംഭിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു വലിയൊരു അത്താഴ വിരുന്നൊരുക്കി. വിരുന്നിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം നേരത്തെ കൂട്ടി തന്നെ വിളിക്കേണ്ട ആളുകളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി. അങ്ങനെയാണല്ലോ നമ്മൾ വീട്ടിലൊരു കല്യാണമോ അല്ലെങ്കിൽ ഒരു സദ്യ വട്ടം ഒരുക്കുമ്പോൾ വളരെ തയ്യാറെടുപ്പോടെയാണ് ചെയ്യുന്നത്. ക്ഷണിക്കാനുള്ള അതിഥികളുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കും, അവരെയൊക്കെ കൃത്യമായിട്ട് ക്ഷണിച്ചു എന്നൊക്കെ ഉറപ്പുവരുത്തും. അപ്പോൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഈ ഒരു സദ്യ ഒരുക്കുന്ന വീട്ടുടമസ്ഥൻ വിളിക്കേണ്ട ആളുകളൊക്കെ തയ്യാറാക്കി, ലിസ്റ്റൊക്കെ തയ്യാറാക്കി, എല്ലാവരെയും നേരത്തെ കണ്ട് തന്നെ ക്ഷണിച്ച ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ വിരുന്നിൽ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം ആ തരത്തിൽ ആളുകളുടെയൊക്കെ കണക്കെടുത്തു. ഇത്ര പേര് വരും എന്ന കണക്കുകൂട്ടലിൽ അദ്ദേഹം അത്താഴമൊക്കെ ഒരുക്കി. സദ്യ വിളമ്പേണ്ട സമയമായി. അദ്ദേഹം വിരുന്നുശാലയിലേക്ക് കരുതപ്പെടുകയാണ്. തന്റെ ബന്ധുമിത്രാദികളായ ക്ഷണിക്കപ്പെട്ട അതിഥികളെ കൊണ്ട് വിരുന്നുശാല നിറഞ്ഞിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് ഈ മനുഷ്യൻ വിരുന്നുശാലയിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം വളരെ സ്തബ്ധനായി പോയി. കാരണം വിരുന്നുശാല ശൂന്യമായി കിടക്കുകയാണ്. അദ്ദേഹം തന്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചത്, എന്താണ് ആരും വരാത്തത്? എത്രയോ നാളുകൾക്ക് മുമ്പേ അവരെയൊക്കെ ക്ഷണിച്ചതാണ്, ഒരുപക്ഷെ അവർ മറന്നു പോയിട്ടുണ്ടാകും. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ലിസ്റ്റ് എടുത്ത് ഭൃത്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഇന്ന ആളുകളെയൊക്കെയാണ് ക്ഷണിച്ചിട്ടുള്ളത്, എത്രയും പെട്ടെന്ന് ഒരിക്കൽ കൂടി അവരുടെ അടുക്കൽ പോയിട്ട് അവരോട് പറയണം, യജമാനന്റെ വീട്ടിൽ സദ്യ എല്ലാം റെഡിയായിരിക്കുന്നു, വിളമ്പാൻ തക്കവണ്ണം അദ്ദേഹം കാത്തിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളെ
അദ്ദേഹം കാത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് യജമാനന്റെ വിരുന്നുശാലയിൽ വന്നു ചേരണം എന്ന് ഒരിക്കൽ കൂടെ അറിയിക്കാനായിട്ട് ഭൃത്യന്മാരെ പറഞ്ഞു വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭൃത്യന്മാര് വളരെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് മേടിച്ചുകൊണ്ട് ഓടിപ്പോയി വീട്ടുകാരുടെ അടുക്കൽ പോയി അവരോട് കാര്യം പറയുകയാണ്. ഒന്നാമത്തെ കൂട്ടം ആളുകളുടെ അടുത്ത് ചെന്നു. ആ ആദ്യത്തെ വിഭാഗം ആളുകളെ പോയി വിളിച്ചു അവരോട് പറഞ്ഞു, യജമാനന്റെ വിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് വിരുന്നുശാലയിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ കൂട്ടം ആളുകൾ പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആ വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല, ചില അസൗകര്യങ്ങളുണ്ട്. എന്താണ് അസൗകര്യം? ഞാന് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ആള് പറയുന്നതാണ്, ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, 5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതിന്റെ കരാറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, യജമാനനോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണമെന്ന് പറഞ്ഞു. ഭൃത്യന്മാര് അടുത്ത വീട്ടിൽ ചെന്നു, വാതിൽ മുട്ടി. വീട്ടുടമസ്ഥൻ വന്ന് വാതിൽ തുറന്നപ്പോ ഭൃത്യന്മാർ പറഞ്ഞു, യജമാനൻ ക്ഷണിച്ച കാര്യം മറന്നുപോയോ? അദ്ദേഹത്തിന്റെ വിരുന്നൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണം. അവര് പറഞ്ഞു, ക്ഷമിക്കണം, യജമാനനോട് പറയണം, ക്ഷമിക്കണം, വരാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഞാനൊരു 5 കാളയെ വാങ്ങിയിട്ടുണ്ട്, അതുമായിട്ട് ഞാൻ കൃഷിസ്ഥലത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് യജമാന്റെ അടുത്ത് പോയി പറയണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൂട്ടം ആളുകളും പിന്മാറി. വീണ്ടും ഭൃത്യന്മാര് മൂന്നാമത്തെ വീടിന്റെ വാതിൽക്കൽ പോയി മുട്ടി വിളിച്ചു. വാതിൽ തുറന്നപ്പോ അവിടെയും പറഞ്ഞു, യജമാനന്റെ വിരുന്ന് ഇന്നാണ്, ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിൽ നിങ്ങളുമുണ്ട്, താങ്കളെ അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് വരണം. അവര് പറഞ്ഞു, എന്താ പറഞ്ഞേ? ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റില്ല, കാരണം എന്താണ്? ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഭാര്യയുടെ താല്പര്യങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഒക്കെ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് എനിക്കിന്ന് വരാനായിട്ട് സാധിക്കില്ല, യജമാനോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. 3 കൂട്ടം ആളുകളാണ്. യജമാനന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്, ക്ഷണം സ്വീകരിച്ചവരാണ്. യജമാനൻ അവർക്ക് വേണ്ടിയിട്ടാണ് വിരുന്നൊരുക്കി കാത്തിരുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവസാന നിമിഷം അവർക്ക് 3 പേർക്കും വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് കഴിയാതെ പോയി. എന്താണ്? ആ വിരുന്നുശാലയിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ വിരുന്നുശാലയിൽ പങ്കെടുക്കുന്നതിന്, അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് മുമ്പിൽ വിഘാതമായി നിൽക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കൂട്ടം ആളുകൾക്ക് അവർ ആർജിച്ചു കൂട്ടിയിട്ടുള്ള ധനത്തിന്റെ, സമ്പത്തിന്റെ സ്വാധീനം അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ അവകാശം നിഷേധിക്കപ്പെടുന്നതിന്റെ പ്രാഥമികമായിരിക്കുന്ന തടസ്സം, നിന്റെ മുമ്പിൽ വിഘാതമായി നിൽക്കുന്ന പ്രശ്നം ഒന്ന് അതായിരിക്കാം. എന്താണ്? നീ ആർജിച്ചു കൂട്ടിയിട്ടുള്ള ധനത്തിന്റെയും പണത്തിന്റെയും സമ്പത്തിന്റെയും സ്വാധീനം നിന്റെ ജീവിതത്തെ വല്ലാതെ പിന്നോക്കം വലിക്കുന്നത് കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിന്റെ വിരുന്ന് അന്യമായി പോയി എന്ന് വരും. ഈ രാത്രികാലം ദൈവദിനസന്നിധിയിലിരിക്കുമ്പോൾ നമ്മൾ ശാന്തമായി നമ്മോട് തന്നെ ചോദിക്കണം, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ആർജിച്ചു കൂട്ടിയിട്ടുള്ള പണത്തിന്റെ, സമ്പത്തിന്റെ, സ്ഥാനമാനങ്ങളുടെ എല്ലാം സ്വാധീനം എന്റെ ജീവിതത്തെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പല ആളുകളുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. അവരുടെ പണവും സമ്പത്തുമൊക്കെ വല്ലാത്ത അഹങ്കാരത്തിലേക്ക്, അഹന്തയിലേക്ക്, ധൂർത്തിലേക്ക് അവരെ നയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് അവർ അകന്നു പോകുന്നു എന്നുള്ളത് സത്യമാണ്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ പറയുന്നത് എന്താണ്? 5 കാളയെ വാങ്ങി അതുമായി ഞങ്ങൾ കൃഷിസ്ഥലത്തേക്ക് പോവുകയാണ്, വരാൻ പറ്റില്ല എന്നാണ്. എന്താണ്? അവരുടെ തൊഴിൽ മേഖലയുടെ സ്വാധീനം അവരുടെ ജീവിതത്തെ ദൈവരാജ്യത്തിൽ നിന്ന് പിറകിലേക്ക് വലിക്കുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നത് യേശുക്രിസ്തു പറയുന്ന ഈ ഉപമ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം പ്രസക്തമായി നിൽക്കുന്നതല്ല, എല്ലാ കാലത്തും അങ്ങനെയാണ്. തൊഴിൽ മേഖലയുടെ സ്വാധീനം ചില ആളുകളെ ദൈവരാജ്യത്തിന് അന്യരാക്കി തീർക്കുന്നുണ്ട്. തൊഴിൽ മേഖലയുടെ സ്വാധീനം, ഞാന് ജീവിതത്തിൽ ആർജിച്ചു കൂട്ടിയിട്ടുള്ളതായിരിക്കുന്ന സമ്പത്തും പണവും മാത്രമല്ല, ഞാൻ ആയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ തൊഴിൽ മേഖല, അതിൻ്റെ തെറ്റായിരിക്കുന്ന സ്വാധീനം എന്നെ ദൈവരാജ്യത്തിന്റെ ഒരു പ്രജ എന്നതിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു കർഷകനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ കാർഷിക മേഖലയുടെ സ്വാധീനം അവനെ പിറകിലേക്ക് വലിക്കുന്നു എന്നാണ്. ഇതൊരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല. ജീവിതത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന തലങ്ങളിൽ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ ഒരു തൊഴിൽ മേഖലയുടെ സ്വാധീനം ഒരു ആധ്യാത്മിക ജീവിതത്തിൽ
ക്രിസ്തുവുമായിട്ടുള്ള ഒരു സജീവ ബന്ധത്തിൽ നിലനിൽക്കുന്നതിൽ നിന്ന് നമ്മെ പിന്നിലേക്ക് വലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയുടെ സ്വാധീനം ദൈവരാജ്യത്തെ അന്യമാക്കി തീർക്കുന്ന ഒരു തടസ്സമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ഇടർച്ചയായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിഷ്കരണം ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടാകണം എന്ന് തന്നെയാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം ശ്രദ്ധേയമാണ്. എന്താണ്? ബന്ധങ്ങളാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, എനിക്ക് വരാൻ പറ്റില്ല എന്നാണ്. ബന്ധങ്ങളുടെ സ്വാധീനം ദൈവരാജ്യത്ത് തടയാമെന്നാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, നിന്റെ ബന്ധുക്കൾ തന്നെ നിന്റെ ശത്രുക്കളായി തീരുമെന്ന്. ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നിന്റെ ബന്ധുക്കൾ നിനക്ക് ശത്രുക്കളായി മാറും. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, നിന്റെ സ്വന്തക്കാര്, അവരുടെ സ്വാധീനം നിന്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ വിഘാതമായി തീരാം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ 2 വർഷം മുമ്പ് എൻ്റെ ഇടവകയിലുണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു വീട്ടിൽ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ, അവരുടെ മക്കളോടൊപ്പം വിദേശത്തായിരുന്നു. 2 മക്കളാണല്ലോ, ഒരു മകനും ഒരു മകൾ, 2 പേരും വിദേശത്താണ്. മകന്റെ കൂടെ ഈ സ്ത്രീയും ജർമ്മനിയിലായിരുന്നു. ഭർത്താവ് സുഖമില്ലാതെ വന്നപ്പോഴാണ് ഭാര്യ തിരിച്ചു നാട്ടിലേക്ക് വന്നത്. ഒരു 2 മാസം പിന്നിട്ടപ്പോ 2 മാസം ഭർത്താവിന്റെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചപ്പോ മക്കൾ നാട്ടിലേക്ക് വന്നു. അപ്പന്റെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് നീണ്ട അവധിയൊന്നും ഉണ്ടായിരുന്നില്ല. 10-15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചു പോകാൻ തയ്യാറായി. അപ്പോൾ അപ്പം മരിച്ചു. സ്വാഭാവികമായിട്ട് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ മോൻ അമ്മയെ തിരിച്ച് വിദേശത്തേക്ക് പോകാനായിട്ട് അമ്മയുടെ ടിക്കറ്റ് കൂടി എടുക്കാൻ തയ്യാറായപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പോരുന്നില്ല. എത്ര നിർബന്ധിച്ചിട്ടും ആ സ്ത്രീ പോകാൻ തയ്യാറാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും മകന് കാര്യം പിടികിട്ടുന്നില്ല. അമ്മയോട്ട് പറയുന്നുണ്ട്, ഞാൻ പോരുന്നില്ല എന്നൊരു നിർബന്ധത്തിലാണ്. അപ്പൊ അവൻ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും ആ അമ്മച്ചിയുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. അപ്പോ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അമ്മ എന്ത് ചെയ്താൽ പോരാൻ തയ്യാറാകുന്നില്ല, അച്ഛനൊന്ന് സംസാരിക്കണം. അപ്പൊ ഞാൻ കരുതി ഒരുപക്ഷെ വിദേശത്ത് ചെല്ലുമ്പോൾ മകനും മരുമകളൊക്കെ ജോലിക്കാരാണ്, സ്വാഭാവികമായിട്ട് അവരുടെ ഒരു അവഗണനയും ഒക്കെയായി ഈ കഴിഞ്ഞ കുറെ കാലമായി 5-6 മാസമായിട്ട് അവരുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പെരുമാറ്റമോ അല്ലെങ്കിൽ ഒരു അവഗണനയൊക്കെ ആയിരിക്കാം ഇനി വീണ്ടും അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ കാരണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഒരു ദിവസം അമ്മച്ചിയെ വിളിച്ചു. പള്ളിയിൽ വന്നപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മോൻ തിരിച്ചു പോകുന്നില്ല എന്ന് നിർബന്ധം പിടിക്കുന്നത്? ഇവിടെ ഒറ്റയ്ക്കല്ലേ, മകനും മകളും മരുമകളും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് മരിച്ചു, എങ്ങനെയാണ് ഒറ്റയ്ക്ക് താമസിക്കുക, എന്തുകൊണ്ടാണ് പോകുന്നില്ല എന്ന് നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ എൻ്റെ സംസാരത്തിൽ നിന്ന് അമ്മയ്ക്ക് തോന്നി ഒരുപക്ഷെ മകന്റെ എല്ലാ അവഗണന കൊണ്ടാണോ എന്നുള്ള ഒരു ധ്വനി എൻ്റെ സംസാരത്തിൽ വന്നു തോന്നിയിട്ടായിരിക്കാം. അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ മക്കൾ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എനിക്ക് വിദേശത്ത് അവരുടെ കൂടെ താമസിക്കുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസമില്ല, ഒരു തരത്തിലുള്ള വിഷമവും ഒരവഗണനയും എനിക്ക് എൻ്റെ മക്കൾ നേരിട്ടിട്ടില്ല. ഒരമ്മയെ നോക്കാൻ പറ്റുന്ന ഏറ്റവും കാര്യമായിട്ടാണ് എന്നെ അവിടെ കരുതി പോരുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു, എന്താണ് പിന്നെ പ്രശ്നം? അത്ര സ്നേഹത്തോടെയാണ് മക്കൾ കരുതുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പോയാൽ കൊള്ളാത്തത്? അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു, കഴിഞ്ഞ ഒരു 6 മാസമായി ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. കാരണം 6 മാസമായി ഞാനൊരു പള്ളിയിൽ പോയിട്ട് കുർബാന അനുഭവിച്ചത് 6 മാസം കഴിഞ്ഞിട്ടാണ്. എൻ്റെ അച്ഛ, മക്കൾ കൂടെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വിശുദ്ധ കുർബാന അനുഭവിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. ദേവാലയത്തിൽ പോകാതെ, ആരാധനയിൽ സംബന്ധിക്കാതെ, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കാതെ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീർപ്പുമുട്ടുകയായിരുന്നു 6 മാസക്കാലം. അത് ഓർക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ അനുഭവിക്കുന്നത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിന്റെ കൂടെയില്ലേലും മക്കൾ എൻ്റെ കൂടെയില്ലേലും എൻ്റെ കർത്താവിന്റെ കൂടെ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്.
ഞാൻ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ സ്തബ്ധനായിട്ടാണ് നിന്നത് ആ അമ്മച്ചിയുടെ മുമ്പിൽ. അവിശ്വസനീയമായിട്ടാണ് ഞാൻ അമ്മച്ചിയെ നോക്കിയിരുന്നത്. കാരണം അതുപോലെ ഒരു സാക്ഷ്യം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കേട്ടില്ല. മക്കൾ എന്നെ വിട്ടിട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല, എന്റെ മക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നാലും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കാതെ ജീവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ ഞായറാഴ്ചയും നല്ല പിറവംപള്ളി എല്ലാ ദിവസവും കുർബാനയാണ്. അമ്മച്ചി മിക്കവാറും എല്ലാ ദിവസവും പള്ളിയിൽ വരും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണ് അമ്മച്ചിയായിട്ട് എനിക്ക് അത്രയും അടുപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞപ്പോ അതെനിക്ക് നല്ല ബോധ്യം വന്നൊരു കാര്യമാണ്. ഇന്ന് അമ്മച്ചി ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ അമ്മച്ചി ആ വീട്ടിൽ താമസിക്കുകയാണ്. കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ കൂട്ടായ്മ സ്വന്തം മക്കളോട് ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതായി കാണുന്ന ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത്. ബന്ധങ്ങൾ പോലും ചിലപ്പോൾ യേശുക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ നിനക്ക് വിഘാതമായി തീരുന്നു എന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നിടത്താണ് ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കാനാവുക. മക്കളുടെ കൂടെ ജർമ്മനിയിൽ ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കുന്നതാണ് സന്തോഷമെന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ കാരണം കൂടെ ജീവിക്കുന്നത്, താൻ അനുഭവിക്കുന്ന തിരുശരീര രക്തങ്ങളുടെ ഉടമയായവൻ, തന്റെ കർത്താവ് തന്റെ കൂടെയുണ്ട് എന്നുള്ളതായിരിക്കുന്ന ബോധ്യമാണ്. തീർച്ചയായിട്ടും മക്കൾ വീട് വിട്ട് വിദേശത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയ്ക്ക് വേദന ഉണ്ടായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വന്തം ശരീരത്തിൽ നിന്നൊരു അവയവം മുറിച്ചു മാറ്റുന്ന അത്രമാത്രം വേദന മക്കൾ വീട് വിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിക്കാണും. പക്ഷേ ആ അവയവം മുറിച്ചു മാറ്റുന്ന വേദന തന്റെ മക്കൾ പിരിയുമ്പോൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ പോലും ആ വേദന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ആ വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ പ്രതിയാക്കി രൂപപ്പെടുത്തുന്നതെന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പറയുന്നത് എന്താണ്? ഇടർച്ച വരുത്തുന്നത് എന്തായിരുന്നാലും അത് നിന്റെ ജീവിതത്തിൽ എത്രമാത്രം നിനക്ക് പ്രിയപ്പെട്ടതായിരുന്നാലും അത് വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സ് കാണിക്കുമോ അവിടെയാണ് നിനക്ക് ദൈവരാജ്യത്തിന്റെ പ്രതിയായി തീരാനാവുക. എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വേണ്ടെന്ന് വെക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് പണമായിരുന്നാലും, അത് സമ്പത്തായിരുന്നാലും, അത് ജോലിയായിരുന്നാലും, ആർജിച്ചു കൂട്ടിയത് എന്തായിരുന്നാലും നമുക്ക് പ്രിയപ്പെട്ടത് വേണ്ടെന്ന് വെക്കുക എന്നത് എളുപ്പമല്ല. അത് സ്വന്തം മക്കളോ ഭർത്താവോ ഭാര്യയോ എന്തായിരുന്നാലും അത് എളുപ്പമല്ല എന്ന് ക്രിസ്തുവിനും അറിയാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ പറയുന്നത് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കണം എന്നൊന്നുമല്ല. പക്ഷേ ദൈവരാജ്യത്തിന്റെ സ്നേഹത്തെ പ്രതി, ദൈവരാജ്യത്തിന്റെ നിലനിൽപ്പിനെ പ്രതി നിന്റെ ജീവിതത്തിൽ ഇടർച്ചയാകുന്നത് എന്തോ അത് ഉപേക്ഷിക്കണമെന്നാണ്. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ജീവിതത്തിൽ ദൈവരാജ്യ യാത്രയിൽ പരസ്പരം ഇടർച്ചയായി മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരിടമായി കുടുംബങ്ങൾ മാറുമ്പോൾ അവിടെ ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ഭർത്താവിന്റെ താല്പര്യത്തെ പ്രതി ദൈവരാജ്യത്തിന്റെ താല്പര്യങ്ങൾ, ഒത്തിരി സ്ത്രീകളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛ അങ്ങേരോട്ട് പള്ളിയിൽ പോവുകയില്ല, നേരം വെളുക്കുമ്പോട്ട് പള്ളി പോകാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന സ്ത്രീകളെ ഞാൻ കേട്ടിട്ടുണ്ട്. സമാജത്തിൽ ഒരു അല്പസമയം ഇരിക്കാമെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛോ സമയം വാച്ചിലേക്ക് നോക്കിയാണ് ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത്, 5 മിനിറ്റ് വൈകിയാൽ അദ്ദേഹത്തിന്റെ താണ്ഡവം എന്റെ പുറത്തായെന്ന് വരും. അതുകൊണ്ട് സമാജം എന്റെ പുറത്ത് കൂടാതിരിക്കുക എന്നുള്ളത് ഞാൻ പള്ളിയിലെ സമാജത്തിൽ കൂടാതിരിക്കുന്നതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ട്. ഞാനത് മനസ്സോടെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം വീട്ടിൽ ചെല്ലുമ്പോഴത്തെ സമാജം പള്ളിയിൽ നടക്കുന്ന സമാജത്തെക്കാൾ ഗുരുതരമാകും അറിയാവും എന്ന് ബോധ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ നിസ്സഹായനായി നിൽക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഇവിടെ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പള്ളിയിൽ പോവുകയും ഒരുമിച്ച് ആരാധിക്കുകയും ആ ഒരു ദൈവിക സന്തോഷം ഒരുമിച്ച് പങ്കുവെക്കുകയും ചെയ്യുന്നിടത്ത് ആർക്കും വിഘാതമായി തീരുന്നെല്ലാം തിരിച്ചറിയും. ദൈവരാജ്യത്തിന്റെ പ്രതികളായി തീരുന്നവർ തീർച്ചയായിട്ടും പരസ്പരം പൂരകങ്ങളായി നിൽക്കേണ്ടവരാണ്. ഇടർച്ചയാകേണ്ടവരല്ല, പരസ്പരം പൂർവകങ്ങളായി നിൽക്കേണ്ടവരാണ്. അങ്ങനെയുള്ളിടത്ത് ദൈവരാജ്യത്തിന്റെ വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഓർക്കണം. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യമാണ് നമ്മൾ കേട്ടത്. ഒന്ന്, ചെറുതാകാൻ മനസ്സുള്ളവരുടെ മധ്യത്തിലാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമായി തീരുക. രണ്ടാമത്തത്, ഇടർച്ചയാകുന്നതിനെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നിടത്താണ് ദൈവരാജ്യം യാഥാർത്ഥ്യമാവുക. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. വഴിതെറ്റിപ്പോയവരുടെയും തള്ളപ്പെട്ടവരുടെയും കൂടെയാണ്
ദൈവരാജ്യം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. വഴിതെറ്റിപ്പോയവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ദൈവരാജ്യം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ക്രിസ്തുവിനെ 18-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. അവിടെ കാണാതെ പോയ കുഞ്ഞാടിനെ കുറിച്ചാണ് ക്രിസ്തു പറയുക. ഒരു കുഞ്ഞാട് വഴിതെറ്റിപ്പോയാൽ ഉപേക്ഷിച്ച് കളയുന്ന ഇടയനെ കുറിച്ചല്ല, വഴിതെറ്റിപ്പോയ കുഞ്ഞാടിന് തേടി നടക്കുകയും അതിനെ കണ്ടുകിട്ടുമ്പോ അതിനെ ചുമലിൽ ഏറ്റെടുത്ത് തന്റെ സ്നേഹകൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഇടയനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തു ഈ കാര്യം പറയുന്നത്. എന്ത്? വഴിതെറ്റിപ്പോയവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും തള്ളപ്പെട്ടവരുടെയും കൂടെയാണ് ദൈവരാജ്യം എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുന്നത്. അതൊരു പ്രത്യാശ നൽകുന്ന ഒരു വലിയ സന്ദേശം. ദൈവരാജ്യത്തിന്റെ അവകാശത്തിന് ഒരിക്കലും തനിക്ക് സാധ്യതയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളോടാണ് ക്രിസ്തു പറയുന്നത്, അല്ല, ദൈവരാജ്യം നിന്റെയും കൂടെയാണ്. ആരുടെയാണ്? തള്ളപ്പെട്ടവന്റേതാണ് ദൈവരാജ്യം, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയാണ് ദൈവരാജ്യം, ഒറ്റപ്പെട്ടു പോയവന്റേതാണ്, വഴിതെറ്റിപ്പോയവന്റേതാണ് ദൈവരാജ്യം എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. ചുങ്കക്കാരനെയും വേശ്യാസ്ത്രീയെയും കുഷ്ഠരോഗിയെയും പാപിയെയും കുരുടനെയും മുടന്തനെയും എല്ലാം ദൂരെ നിർത്തിയിരുന്ന സംഘടിത യഹൂദ മതത്തെ വെല്ലുവിളിക്കുന്ന മതത്തിന്റെ വാക്താക്കളായിരുന്ന പരീശന്മാർക്കും പുരോഹിതന്മാർക്കും മുമ്പേ ഈ പാപികൾ ദൈവരാജ്യം അവകാശമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പ്രത്യാശയുടെ ദൂതാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, ദൈവരാജ്യം ഒന്നും നമുക്കത്ര അവകാശപ്പെട്ടതാകാൻ സാധ്യതയില്ല. കാരണം പാപികളുടെ മുൻനിരയിൽപ്പെട്ടവരാണ് നമ്മൾ. പാപികളുടെ മുൻനിരയിൽ ദൗർബല്യങ്ങളും ബലഹീനതകളും കുറവുകളും ഒക്കെയായി ഓരോ ദിവസത്തെയും ജീവിതത്തിന്റെ കുറവുകളെയും ദൗർബല്യങ്ങളെയും എടുത്തു നിരത്തിയാൽ നമ്മൾ അതിന് ഏറ്റവും മുമ്പിൽ പോയി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നത് സത്യം. പക്ഷെ അവിടെയാണ് ക്രിസ്തു പറയുന്നത്, ദൈവരാജ്യം ചുങ്കക്കാരന്റെയാണ്, ദൈവരാജ്യം വേശ്യാസ്ത്രീയുടേതാണ്, ദൈവരാജ്യം കുഷ്ഠരോഗിയുടേതാണ്, ദൈവരാജ്യം പാപിയുടേതാണ്, അത് കുരുടന്റെയും മുടന്തന്റെയും കൂടെയാണ്. അത് ക്രിസ്തുവിന്റെ സ്നേഹകൂട്ടായ്മയിൽ നിന്ന്, ഇടയന്റെ സ്നേഹകൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയ, അന്യപ്പെട്ടു പോയ, ഒറ്റപ്പെട്ടു പോയ, വഴിതെറ്റിപ്പോയ കുഞ്ഞാടിന്റെയും കൂടെയാണ് ദൈവരാജ്യം എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് എത്രയോ സ്നേഹത്തിന്റെ സന്ദേശമാണ്. എപ്പോഴെങ്കിലും വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വളരെ ജാഗ്രതയോടെ പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, വലിയ മഹത്തുക്കളും ശ്രേഷ്ഠന്മാരും വിശുദ്ധന്മാരും ഒക്കെയായി, വിശ്വാസികളുടെ പിതാക്കന്മാരൊക്കെയായി പരിചയപ്പെടുത്തുന്ന കഥാപാത്രങ്ങളൊന്നും അത്ര മഹാന്മാരൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ദൗർബല്യങ്ങളുടെ കൂടാരമായിരുന്നു അവരൊക്കെ. അങ്ങ് ആദം മുതൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാം ആരാണ് ഇത്ര വിശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന വിശുദ്ധന്മാരും മഹത്വാന്മാരുമായിരിക്കുന്ന ആളുകളൊക്കെ ഒരു തെറ്റും ചെയ്യാതിരുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബലഹീനതകളുടെയും ദൗർബല്യങ്ങളുടെയും ഒക്കെ വലിയ കൂമ്പാരമായിരുന്നു അവരൊക്കെ. നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ആദം, അബ്രഹാം, യാക്കോബ്, മോശ, ദാവീദ്, ശലോമോൻ തുടങ്ങി യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ നിരകളിലേക്ക് വരെ പരിശോധിച്ചാൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അവരൊക്കെ പാപികളും തെറ്റുകാരും കുറ്റക്കാരും കൊലപാതകങ്ങളും ഒക്കെ ആയിരുന്ന ആളുകളാണ്, അല്ലേ? തീർച്ചയായിട്ടും അതെ. ദാവീദ് അനേകരെ കൊലപ്പെടുത്തിയ മനുഷ്യനാണ്. വളരെ ബോധപൂർവമായി തന്നെ കൊലപാതകം ചെയ്തിട്ടുള്ള മനുഷ്യനല്ലേ ദാവീദ്? മോശ മിസ്രൈമിനെ അടിച്ചു കൊന്നയാളാണ്. ഇസ്രായേലിന്റെ മഹത്വാന്മാരായി ഉയർത്തി കാണിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒട്ടേറെ ദൗർബല്യങ്ങളും കുറവുകളും ബലഹീനതകളൊക്കെ ഉള്ള മനുഷ്യരായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരാൻ അവരെ തന്നെ വിട്ടുകൊടുക്കുമ്പോ അവരൊക്കെ വേദവസ്തു ഉയർത്തി കാണിക്കുന്ന മഹത്വത്തിന്റെ കിരീടം പ്രാപിച്ചവരായി മാറ്റപ്പെട്ടു എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, സ്വർഗരാജ്യം അത് തള്ളപ്പെട്ടവർക്കും വഴിതെറ്റിപ്പോയവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം,
ഇങ്ങനെ എടുത്തു നിരത്താവുന്ന ഒട്ടനവധി പട്ടിക നമ്മുടെ മുമ്പിലും കാണും. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വിശുദ്ധന്മാരായി ജീവിച്ച ആൾക്കാരൊന്നുമല്ല ഞാനും നിങ്ങളും ഒന്നും. പക്ഷേ എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്റെ കർത്താവിന്റെ പുനരാഗമനത്തിൽ അവനോടൊപ്പമായി തീരാൻ എനിക്ക് ഭാഗ്യം കിട്ടുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാനൊരു പാപം ചെയ്യാത്തതുകൊണ്ടല്ല, ഒരു പാപം ചെയ്യാത്തതുകൊണ്ടല്ല. പക്ഷേ എന്റെ ദൗർബല്യങ്ങൾക്ക് വേണ്ടി, എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ കുറവുകൾക്ക് വേണ്ടിയാണ് എന്റെ തമ്പുരാൻ കുരിശിൽ മരിച്ചതെന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോൾ തീർച്ചയായിട്ടും എന്റെ ദൗർബല്യങ്ങളെ അവന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കാൻ മനസ്സുള്ളവനാണ് എന്റെ തമ്പുരാൻ എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് ഉറച്ച പ്രത്യാശയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങളെ തന്നെ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ജീവിതത്തിൽ ഒത്തിരി ദൗർബല്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ കണ്ടേക്കാം. പക്ഷെ ഈ രാത്രികാലം നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ തേടി വരുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന് ഓർക്കണം. വഴിതെറ്റിപ്പോയ ഒരു കുഞ്ഞാടിനെ ഉപേക്ഷിച്ച് കളയാൻ മനസ്സ് കാണിക്കുന്ന ഒരു തമ്പുരാനെ അല്ല ക്രിസ്തു പരിചയപ്പെടുത്തുക. നേരെ മറിച്ച് വഴിതെറ്റിപ്പോയതിനെ തേടി വരുന്ന ഒരു തമ്പുരാനെയാണ്. അവന്റെ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട്, അവന്റെ ഇല്ലായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട്, അവന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ തന്റെ കരങ്ങളിൽ കോരിയെടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു തമ്പുരാൻ. ഈ രാത്രികാലം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ മനസ്സ് കാണിക്കുന്നവനാണ് അവൻ. എന്തിനാണ്? അവൻ ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ മലർക്കെ തുറക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, സ്നേഹത്തിന്റെ വലിയ സന്ദേശവുമായി നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് ഓർക്കണം. എന്തിനു വേണ്ടിയാണ്? വഴിതെറ്റിപ്പോയ നിന്നെ തേടി, നിന്നെ കരകളിൽ കോരിയെടുത്ത് അവന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക്, ദൈവരാജ്യത്തിന്റെ ആ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ സ്നേഹവാനായ കർത്താവ് ഈ രാത്രി എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമാണ്, മനസ്സോടെ അവന്റെ മുമ്പിൽ നമിക്കാൻ. ദൈവമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, കുറവുള്ളവനാണ്. ഈ പാപിയോട് മനസ്സറിയണമേ, പാപിയായ അടിയനോട് മനസ്സറിയണമേ എന്ന് അവന്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പൊറുക്കുവാനും ക്ഷമിക്കുവാനും ചേർത്ത് പിടിക്കുവാനും മനസ്സ് കാണിക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ, നമ്മുടെ കർത്താവ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യാശയോടെ നമുക്ക് അവന്റെ മുമ്പിലേക്ക് നിൽക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഉപമയുണ്ടല്ലോ, ദൈവരാജ്യത്തിന്റെ വിരുന്നൊരുക്കുന്നതിനെ കുറിച്ച്. അവിടെ ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല എന്ന് ഈ ഭൃത്യന്മാര് പോയി വീട്ടുടമസ്ഥരോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോ യജമാനൻ പറഞ്ഞു, ശരി, കുഴപ്പമില്ല, ആ ക്ഷണിക്കപ്പെട്ടവരാരും ഇനി ഒരു കാലത്തും എന്റെ വിരുന്നിൽ പങ്കുകാരായി തീരുകയില്ല എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഈ പണത്തിന്റെയും പ്രതാപത്തിന്റെയും തൊഴിലിന്റെയും ബന്ധങ്ങളുടെയൊക്കെ പിന്നാലെ നെട്ടോട്ടമോടിയവരെ കുറിച്ചാണ് പറയുന്നത്. ദൈവരാജ്യത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ആർത്തിയോടെ പണത്തിന്റെ പിന്നാലെ പോയവരെ, ധനത്തിന്റെ പിന്നാലെ പോയവരെ, ആസക്തികളുടെ പിന്നാലെ പോയവരെ, തൊഴിലിന്റെ പിന്നാലെ പോയവരെ, ബന്ധങ്ങളുടെ പിന്നാലെ പോയവരെ, അവരെ കുറിച്ചാണ് അവൻ പറയുന്നത്. ഇനി ഒരു കാലത്തും അവരാരും എന്റെ വിരുന്നുശാലയിൽ പ്രവേശിക്കുകയില്ല. പിന്നെ ആരാണ് എന്റെ വിരുന്നുശാലയിൽ പ്രവേശിക്കുക? അവിടെ അവൻ പറയുന്നുണ്ട്, ചെല്ലുക, നിങ്ങൾ വീഥികളിലും ഇടത്തെരുക്കളിലും അന്തിയുറങ്ങുന്ന ദരിദ്രന്മാരും അംഗഹീനന്മാരും കുരുടന്മാരും മുടന്തന്മാരുമായവരെ ക്ഷണിക്കുക, അവരെ കൂട്ടിക്കൊണ്ടുവരിക, അവരെ എന്റെ വിരുന്നിന്റെ പങ്കാളികളാക്കി തീർക്കുക എന്നാണ് യജമാനൻ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങൾ തിരിച്ചു ചെല്ലുക, വഴിയോരങ്ങളിലും തെരുക്കളിലുമൊക്കെ അന്തിയുറങ്ങുന്ന മനുഷ്യരുണ്ട്. ആരാണ്? ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ, പാപികൾ തുടങ്ങി കണ്ടുമുട്ടുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോരുക, അവരൊക്കെ എന്റെ വിരുന്നുശാലയിലെ ഭാഗമായി തീരുമെന്നാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്ഷണിക്കപ്പെടാൻ അർഹതയില്ലാതിരുന്ന ആൾക്കാരാണ് ഇവര്. ഈ തെരുക്കോണുകളിൽ അന്തിയുറങ്ങിയിരുന്ന ഈ പറഞ്ഞ ആളുകൾ, ഈ ദരിദ്രന്മാരും അംഗഹീനന്മാരും മുടന്തന്മാരും കുരുടന്മാരും പാപികളും ചുങ്കക്കാരും എല്ലാമായിരുന്ന ആളുകൾ ക്ഷണിക്കപ്പെടാൻ അർഹതയില്ലാതിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ യജമാനൻ വിരുന്നൊരുക്കിയപ്പോ ആദ്യം തയ്യാറാക്കിയ ലിസ്റ്റിൽ, ആ പട്ടികയിൽ ഇവരാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുൻകൂട്ടി ക്ഷണിക്കാതിരുന്നത്. അപ്പൊ യജമാനൻ മുൻകൂട്ടി തയ്യാറാക്കി ക്ഷണിച്ച പട്ടികയിൽപ്പെട്ട ആളുകൾ അവരാരും വിരുന്നുശാലയിൽ പ്രവേശിച്ചില്ല എന്നാണ്. ക്ഷണിക്കപ്പെടാൻ അർഹതയില്ലാതിരുന്ന ആളുകളാണ് അവസാനം വിരുന്നുശാലയിലെ അംഗമായത്. ഒരു തരത്തിൽ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്, അതേ സമയത്ത് ഭീഷണിയും കൂടെയാണ്. അല്പം ഗൗരവമുള്ളൊരു വിഷയം. നമ്മൾ
ഈ ക്ഷണിക്കപ്പെടാൻ മുൻകൂട്ട് തയ്യാറാക്കിയ ലിസ്റ്റിൽപ്പെട്ട ആളുകളാണെങ്കിൽ സംഗതി പ്രശ്നമാണ് കേട്ടോ. അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കർത്താവേ, നേരത്തെ ഒരുക്കിയ ലിസ്റ്റിൽപ്പെട്ട ആളുകളാണോ നമ്മൾ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മാമോദീസ വെള്ളം തലയിൽ വീണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് അവന്റെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മുൻനിശ്ചയിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, അവരെ കുറിച്ച് പറയുന്നത്, അവരൊരെണ്ണം പോലും എന്റെ വിരുന്നിൽ പങ്കെടുക്കുകയില്ല. പിന്നെ പങ്കെടുക്കാൻ അർഹതയുള്ളത് ആർക്കാണ്? അങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കപ്പെടാൻ വിളിക്കപ്പെടാൻ അർഹതയില്ലാതെ തെരുക്കോണുകളിൽ അന്തി ഉറങ്ങുന്ന അംഗഹീനന്മാരും മുടന്തന്മാരും പാപികളും അവഗണിക്കപ്പെട്ടവരും വഴിതെറ്റിപ്പോയവരുമായിരിക്കുന്ന ആളുകൾ, അവര് എന്റെ വിരുന്നിൽ പങ്കാളികളാത്തീരും. ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഗൗരവമായിട്ട് വിലയിരുത്തണം. ഞാൻ യേശുക്രിസ്തുവിന്റെ വിരുന്നുശാലയിലേക്ക് മുൻകൂട്ടി തന്നെ ക്ഷണക്കത്ത് നേടിയ ആൾക്കാരാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദേവാലയത്തിന്റെ ഉള്ളിൽ വിശുദ്ധ മാമോദീസ തൊട്ടിയും മാമോദീസയേറ്റ് യേശുക്രിസ്തുവിന്റെ തിരുശരീരങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് സ്വർഗരാജ്യ അവകാശത്തിന്റെ ക്ഷണക്കത്ത് കൈപ്പറ്റിയവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് ആ ദൈവരാജ്യത്തിന്റെ വിരുന്നിന് കൊള്ളാവുന്നവരായി ഒരുങ്ങി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കണം. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുമ്പോ സ്വർഗത്തിന് ദൈവം ഒരു വാഗ്ദാനം നൽകി. എന്തായിരുന്നു? പാലും തേനും ഒഴുകുന്ന കനാൻ നാട് ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി തരും. മിസ്രൈമിലെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യരാണ്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ. അവരെ അവിടുന്ന് വിടുവിക്കുമ്പോ ഒറ്റ വാഗ്ദാനം ഉണ്ടായിരുന്നുള്ളൂ: പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിങ്ങൾക്ക് അവകാശമാക്കി തരും. ആ വാഗ്ദത്വത്തിൽ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ, അങ്ങനെയല്ലേ? എത്ര പേരുണ്ടായിരുന്നു? കൃത്യമായ കണക്കുണ്ട് വേദപുസ്തകത്തിൽ. സ്ത്രീകളും കുട്ടികളും കൂടാതെ 600,000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. 6 ലക്ഷം പുരുഷന്മാര്. ആ കൂടെ സ്ത്രീകളും കുട്ടികളൊക്കെ കൂടി വരുമ്പോ ലക്ഷങ്ങളുടെ കണക്ക് പിന്നെയും വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 10-20 ലക്ഷം വരുന്ന വലിയ ജനതയിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. എങ്ങോട്ടാ പുറപ്പെട്ടെ? കനാൻ നാട്ടിലേക്ക്, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക്. ഭയങ്കര രസകരമായ യാത്ര. സാധാരണ ഒരു വഴിയാത്രക്കാരന് ഈ സീനായി പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ കനാൻ നാട്ടിൽ നിന്ന് കനാനിലേക്ക് എത്താൻ, മിസ്രൈമിൽ നിന്ന് സീനായി പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ കനാൻ നാട്ടിലേക്ക് എത്താൻ അത്ര വലിയ ദൂരമൊന്നുമില്ല. ഒരു സാധാരണ യാത്രക്കാരന് ഒരു 15 ദിവസവും കൊണ്ട് തീർക്കാവുന്ന ദൂരമേ ഉള്ളൂ. പരമാവധിയായി പറഞ്ഞ ഒരു 15 ദിവസം, അത്യാവശ്യം വിശ്രമമൊക്കെ എടുത്തു പോന്നാൽ പോലും ഒരു 15 ദിവസം കൊണ്ട് എത്തിച്ചേരാം കനാൻ നാട്ടില്. പക്ഷേ ഇസ്രായേൽക്കാര് ഈ ദൂരം പിന്നിട്ട് എത്ര കാലം കൊണ്ടെന്നറിയാമോ? സൺഡേ സ്കൂൾ പിള്ളേരൊക്കെ പഠിച്ചിട്ടുണ്ട്. എത്ര കാലം കൊണ്ടാ? 40 ദിവസം. പറഞ്ഞു 40 സംവത്സരം. 40 സംവത്സരം, 15 ദിവസം കൊണ്ട് തീരാവുന്ന ഒരു ദൂരം ഇസ്രായേൽക്കാർ പിന്നിടാൻ എടുത്തത് 40 വർഷം. സ്വർഗത്തിന് ദൈവം കൂടെ ഉണ്ടായിരുന്ന, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും കൂടെ നടന്നു. 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടാരമടിച്ച് താമസിച്ച് അവര് കനാനിലേക്ക് എത്തുമ്പോ 40 വർഷം പിന്നിട്ടു. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ചോദ്യം ചോദിക്കുന്നതിൽ താല്പര്യമുള്ള ആളൊന്നുമല്ല ഞാൻ, പക്ഷെ ഒരു ചോദ്യം കൂടി ചോദിച്ച് നിർത്തിക്കോളാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോ 600,000 പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെയായി 10-20 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു കൂടെ. ഈ പുറപ്പെട്ടു പോകുന്നതിൽ എത്ര പേര് കനാനിലെത്തി എന്നറിയാമോ? അവര് പറഞ്ഞത് 2 പേരെ എത്തിയുള്ളൂ. ശരിയാണോ? ആണോ? 2 പേരെ എത്തിയുള്ളൂ. ആരൊക്കെയാ? യോശുവായും കാലേബും. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, പാലും തേനും ഒഴുകുന്ന കനാൻ നാട് വാഗ്ദാനം ചെയ്ത് മിസ്രൈമിനെ അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമിയിൽ ചത്തൊടുങ്ങി. ആ വാഗ്ദാനം വിശ്വസിച്ചിറങ്ങിപ്പോകുന്ന 2 പേര്, യോശുവായും കാലേബും മാത്രമാണ് കനാൻ നാട് സ്വന്തമാക്കിയത്. ബാക്കിയുള്ള ലക്ഷോപലക്ഷം വരുന്ന ആളുകളെ നിഷ്കരണം മരുഭൂമിയിൽ പട്ടടങ്ങി പോകാൻ സ്വർഗത്തിൽ ദൈവം അനുവദിച്ചുവെങ്കിൽ കാരണം എന്താണെന്ന് നമ്മൾ നോക്കണം. സംഖ്യാപുസ്തകം
30-ാം അധ്യായത്തിൽ അത് വായിക്കാൻ സാധിക്കും. യഹോവയാം ദൈവത്തോട് മറുതലിച്ചു എന്നതുകൊണ്ട്, യഹോവയാം ദൈവത്തിന്റെ താല്പര്യങ്ങളോട് മറുതലിച്ചതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുമ്പോ സ്വർഗത്തിലെ ദൈവത്തിന് കൊടുത്ത വാഗ്ദാനങ്ങളെ പാലിക്കാതെ പോയതുകൊണ്ട് അവരൊക്കെയും മരുഭൂമിയിൽ പട്ടുപോയി എന്നാണ്. ഈ രാത്രികാലം പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും, അല്ലെ? വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ് ഞാനും നിങ്ങളും. സ്വർഗീയ കനാനിന്റെ സൗഭാഗ്യത്തിലേക്ക് ദൈവം വിളിച്ചവരാണ് ഞാനും നിങ്ങളും. മുൻകൂട്ടി ക്ഷണക്കത്ത് കിട്ടിയവരാണ് ഞാനും നിങ്ങളും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൽ ലക്ഷോപലക്ഷം വരുന്ന ജനത്തിന് മരുഭൂമിയിൽ പട്ടടങ്ങേണ്ടി വന്നത്, മരിച്ചു വീഴേണ്ടി വന്നത് സ്വർഗത്തിലെ ദൈവം കൊടുത്ത വാഗ്ദാനത്തോട് അവർ മറുതലിച്ചതുകൊണ്ട് തന്നെയാണ്. ആ ദൈവത്തിന്റെ താല്പര്യത്തോട് ചേർന്ന് നിൽക്കാൻ മനസ്സ് കാണിച്ച് രണ്ടുപേർക്ക് ആ കനാന്റെ സൗഭാഗ്യത്തിലേക്ക് പങ്കാളികളായി തീരാൻ ഭാഗ്യം ലഭിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ പങ്കുകാരായി തീരുവാൻ തക്കവണ്ണം യോശുവയെ പോലെ, കാലേബിനെ പോലെ ദൈവീയ വാഗ്ദത്തോട് വിശ്വസ്തത പുലർത്തുന്ന ജനതയായി ജീവിക്കാൻ കൂടുതലേ വിശ്വാസ സമൂഹത്തിന് കഴിയുമെങ്കിൽ കർത്താവിന്റെ പുനരാഗമനത്തിൽ സ്വർഗീയ കനാന്റെ സൗഭാഗ്യത്തിൽ കണ്ടുമുട്ടാൻ നമുക്ക് ഭാഗ്യം കിട്ടി എന്ന് വരും. നേരെ മറിച്ച് ഈ ജീവിതം കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് കൊടുത്ത വാഗ്ദാനങ്ങളെ പാലിക്കാതെ മറുതലിക്കുന്നവരായി ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ യഹൂദ ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിൽ പട്ടടങ്ങേണ്ടി വന്നതുപോലെ, മരിച്ചു വീഴേണ്ടി വന്നതുപോലെ, പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം നമുക്ക് അന്യമായി പോകാതിരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യാശയുടെ ദൂത് കൂടിയാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ദൗർബല്യങ്ങൾ, കുറവുകൾ, ബലഹീനതകളെ എല്ലാം ജീവിതത്തിലുള്ളപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ ദൈവമേ, പാപിയായ ഈ ദാസനോട്, ഈ ദാസിയോട് കരുണ തോന്നണമേ എന്ന് ഒരു നിമിഷം മാറത്തടിച്ച് നമുക്ക് നിലവിളിക്കാൻ ദൈവം തരുന്ന അവസരം പ്രയോജനപ്പെടുത്തിയാൽ സ്വർഗത്തിലെ ദൈവം കരുണയുള്ള ദൈവമാണ്, മനസ്ഥിതിയുള്ള ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ, പാപങ്ങളെ, തെറ്റുകളെ എല്ലാം പൊറുക്കുന്നൊരു ദൈവമാണ്. കൂട്ടിച്ചേർക്കാൻ മനസ്സ് കാണിക്കുന്നവനാണ്. അവൻ ഈ രാത്രിക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കാണാതെ പോയ കുഞ്ഞാടിനെ തേടി ഒരു നിമിഷം ആ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഈ രാത്രികാലം നഷ്ടപ്പെട്ടു പോകും എന്ന് ഉറപ്പുള്ള ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് തിരിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തരുമെന്ന് ഓർക്കണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവരാജ്യം അന്യമായി പോയ ഒരു ജനതയായി നമുക്ക് മാറാതിരിക്കാൻ ഈ വർഷത്തെ സുവിശേഷ യോഗം നമുക്കൊരു മുഖാന്തരമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. 3 കൂട്ടം ആളുകളുടേതാണ് ദൈവരാജ്യം എന്ന് നമ്മൾ കണ്ടു. ഒന്ന്, ചെറുതാകാൻ മനസ്സുള്ളവരുടേതാണ്. സ്വയം വലിയവരാകാനും മത്സരിക്കുവാനും വിജയിക്കുവാനും മറ്റുള്ളവരെ തോൽപ്പിക്കുവാനും ശ്രമിക്കുന്നവരുടേതല്ല. നേരെ മറിച്ച് ചെറുതാകാൻ മനസ്സുള്ളവരുടേതാണ് ദൈവരാജ്യം. രണ്ടാമത്, ഇടർച്ചയാകുന്നത് അത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നാലും അതിനെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നവരുടേതാണ് ദൈവരാജ്യം. മൂന്നാമത് നമ്മൾ കേട്ടു, വഴിതെറ്റിപ്പോയവരുടെയും പാപികളുടെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കൂടെയാണ് സ്വർഗരാജ്യം. ആ ഒരു പ്രത്യാശയുടെ ദൂത് നമ്മുടെ ജീവിതത്തിന്റെ ധൈര്യം പകരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ, ഇല്ലായ്മകളെ, നമ്മുടെ എല്ലാ പാപമംഗലമായ ജീവിത സാഹചര്യങ്ങളെയും ദൈവദിനസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട്, ആ കാണാതെ പോയ കുഞ്ഞാടിനെ തേടി വരുന്ന ഇടയന്റെ കരങ്ങളിലേക്ക് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അവൻ കൂട്ടിച്ചേർക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രജകളായി തീരാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഏറെ സന്തോഷമുണ്ട് ഈ കൂടൽ